ദൈവത്തെ കൂടാതെ പണത്തെ മാത്രം ലക്ഷ്യമാക്കി ദൈവത്തെ മാറ്റി നിർത്തി അതിനുവേണ്ടി ഓടുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു എന്നാണ് സദൃശവാക്യത്തിൽ നാം വായിച്ചു കേട്ടത്. അങ്ങനെ പോകുന്നവരോടാണ് ദൈവം ചോദിക്കുന്നത്, ഇന്ന് നിന്റെ പ്രാണനെ ഞാൻ എടുക്കും, നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഒരു നിമിഷം ചിന്തിക്കുമോ സഹോദര സഹോദരി, മാതാവേ പിതാവേ, യുവാവേ യുവതിയെ, നിന്റെ ആരോഗ്യം, നിന്റെ സൗന്ദര്യം, നിന്റെ വിദ്യാഭ്യാസം, നിന്റെ ജോലി, നിന്റെ പദവി, നിന്റെ പ്രതാപം, നിന്റെ പാരമ്പര്യം എല്ലാം ഒരു നിമിഷം നിന്നെ കൈവിട്ട് കടന്നു പോകും. കഴുകൻ ആകാശത്തിലേക്കെന്ന പോലെ ചിറകടിച്ച് കയറിപ്പോകുന്നത് പോലെ നിന്റെ ധനമെല്ലാം ഒരു നിമിഷം പൊടുന്നനെ നഷ്ടമായി പോകും. ദൈവത്തിന്റെ ചോദ്യം ഇന്ന് ശക്തമായി നിന്റെ ഹൃദയത്തിൽ മുഴങ്ങുകയാണ്. ഇന്നു രാത്രി നിന്റെ പ്രാണനെ ഞാൻ ചോദിക്കും. ദൈവത്തിന്റെ ന്യായവിധി നമ്മൾക്കു നേരെയും നമ്മുടെ കുടുംബത്തിനു നേരെയും കടന്നു വരാതെ മുമ്പേ ദൈവത്തെ അന്വേഷിപ്പാൻ തയ്യാറാകുക. മുമ്പേ സൃഷ്ടിതാവിനെ അന്വേഷിപ്പാൻ തയ്യാറാകുക. മുമ്പേ സൃഷ്ടിച്ചവനെ ആരാധിക്കുവാൻ തയ്യാറാകുക. അവന്റെ രാജ്യത്തെ അന്വേഷിക്കുന്നവരായി തീരുക. അവന്റെ നീതിയെ അന്വേഷിക്കുന്നവരായി തീരുക. അപ്പോൾ ദൈവം നിങ്ങളോട് കൂടെ വസിക്കുന്ന അനുഭവം വെളിപ്പെടും. ആ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, സമ്പത്തുകൾ, ഭവനങ്ങൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, ദൈവിക ഭദ്രത, നിത്യജീവന്റെ ഉറപ്പ് എല്ലാം നൽകിത്തരുന്നതാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ. ദൈവത്തെ മറന്ന് ദൈവമില്ലാതെ പോയി വാരിക്കൂട്ടുന്ന നന്മകളും അനുഗ്രഹങ്ങളോടൊപ്പം ശാപവും പാപവും നിത്യമരണവും നരകവിധിയും അതിനോടൊപ്പം ചേർന്നിരിക്കുന്നെന്ന് എന്റെ ശ്രോതാക്കളെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നിത്യജീവനെ അവകാശമാക്കുവാൻ നമുക്ക് ഓടാം. നമ്മുടെ ഉള്ളിൽ ജീവനെ വെച്ചിരിക്കുന്ന ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് തയ്യാറാകാം. വചനം പറയുന്നു, എന്നെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയണം. സത്യത്തിൽ ആരാധിക്കാൻ കഴിയും. എന്താണ് സത്യം? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ഒരൊറ്റ മഹാന്മാര് പോലും പറഞ്ഞിട്ടില്ല, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അവർക്കൊരിക്കലും പറയുവാൻ കഴിയത്തില്ല. അവരും നിങ്ങളെപ്പോലെ ക്ഷയിച്ചു പോകുന്ന ശരീരമുള്ള മനുഷ്യർ മാത്രമാണ്. എന്നാൽ സ്വർഗത്തിൽ നിറങ്ങി വന്ന ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനിൽ കാണും. ഈ നിമിഷത്തിൽ താൽക്കാലികമായ ഈ മനുഷ്യ ജീവിതം ദൈവത്തോടുകൂടെ ജീവിക്കുന്നതായി തീരട്ടെ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും തരും നാം ദൈവത്തോടൊപ്പം നിൽക്കുമ്പോൾ. ദൈവത്തോട് കൂടെ നിന്നില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നന്മയും അനുഗ്രഹങ്ങളും ധാരാളം ഈ ലോകത്തിൽ നേടുവാൻ കഴിയും. ദൈവത്തെ കൂടാതെയുള്ള നന്മ നമ്മളെ നിത്യനരകത്തിലും, ദൈവത്തോടൊപ്പം വസിച്ച് ജീവിച്ച് നമുക്ക് ലഭിക്കുന്ന നന്മ നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നതിനും കാരണമായി തീരും. യേശുക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു മനുഷ്യ ആത്മാവിന്റെ വിലയുടെ കണക്ക്. മനുഷ്യന്റെ ആത്മാവിന് വില കൊടുക്കുന്നവൻ യേശുക്രിസ്തു ദൈവപുത്രൻ മാത്രമാണെന്ന് മനസ്സിലാക്കുക. കാരണം ദൈവം സ്വർഗത്തിൽ നിന്ന് ആ പ്രതിമയുടെ മൂക്കിൽ ഊതിയ സ്വർഗീയമായ ആത്മാവാണ് നിങ്ങളിൽ വസിക്കുന്നത്. അതിനെ നിങ്ങൾ ഒരിക്കലും നശിപ്പിക്കുവാൻ തയ്യാറാകരുത്. നിങ്ങളുടെ ആ ആത്മാവിനെ രക്ഷിക്കുവാൻ, എവിടെ നിന്ന് രക്ഷിക്കുവാൻ? പാപം ചെയ്ത് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് അധീനപ്പെട്ടു പോയ മനുഷ്യൻ, അവനെ അതിൽ നിന്ന് രക്ഷിക്കുവാനാണ് സൃഷ്ടിതാവായിരിക്കുന്ന ദൈവം